അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന വലിയ ഒരു ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഈ ലക്ഷ്യം ഏറ്റവും എളുപ്പത്തിൽ പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 221 ആയത്തുകൾ വരെയാണ് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 222, 223 ഈ രണ്ട് ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ ദീന് പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ 222, 223 എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പക്ഷേ എന്തായിരിക്കും വിഷയം എന്നുള്ളതിനെക്കുറിച്ച് വായിച്ച ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നിക്കാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂചിപ്പിച്ചതെങ്കിൽ ആ ഒരു കാര്യം വിശദീകരിച്ച അള്ളാഹു സുബ്ഹാനഹു തആല പിന്നീട് ചില കാര്യങ്ങൾ നമ്മളെ വളരെ ബോധപൂർവം പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറെ പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള ഒന്നാണ് ഹൈളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ടാകുന്ന കുറേ മേഖലകൾ അതിലുണ്ട്. ചില ഭാഗങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ രണ്ട് ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിവാഹിതയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആർത്തവ കാലഘട്ടത്തിൽ അവൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു ഈ രണ്ട് ആയത്തുകളിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടുതൽ വിശദീകരണങ്ങൾ നമ്മൾ നൽകുന്നില്ല എങ്കിലും ചില ഭാഗങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയ കുറേ അറിവുകൾ നൽകും എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഏറ്റവും എളുപ്പത്തിൽ പഠിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഭാഗം ഇതിനു മുമ്പുള്ള ഭാഗം ഒന്ന് ഓർമ്മപ്പെടുത്താം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون في الدنيا والآخرة ويسألونك عن اليتامى قل إصلاح لهم خير وإن تخالطوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لأعنتكم إن الله عزيز حكيم ولا تنكحوا المشركات حتى يؤمن ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك
أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين الله ويبين آياته للناس لعلهم يتذكرون. എത്ര ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 222 223 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പം അതിൽ ആദ്യം നമുക്കൊന്ന് ആയത്ത് ഓതാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗത്തെക്കുറിച്ച് നമുക്ക് ചെറിയ രൂപത്തിലൊന്ന് അതിൻ്റെ അർത്ഥവും വിശദീകരണവും സൂചിപ്പിക്കുകയും ചെയ്യാം. എല്ലാവരും കൂടെ ഓതാൻ നോക്കാട്ടോ. ويسألونك عن المحيض قل هو أذى قل هو أذى قل هو أذى فاعتزلوا النساء في المحيض فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. ഓക്കെ, ഇതാണ് 222 223 ആയത്തുകൾ. ഈ രണ്ട് ആയത്തുകളിൽ നമുക്ക് പരിചയമില്ലാത്ത പദങ്ങൾ ഏതൊക്കെയാണ്? മഹീൽ എന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. അത് ഇത്രയേ ഉള്ളൂ. ഹൈൽ ആർത്തവം എന്നുള്ള അർത്ഥമാണ്. വേറെ ഏതെങ്കിലും പദം അറിയാത്തതുണ്ടോ? ഫഅ്തസിലു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അദൻ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മ, ഉപദ്രവത്തെക്കുറിച്ച്. വേറെ ഏതെങ്കിലും പദങ്ങൾ നമ്മൾ പറയാത്തതുണ്ടോ? ബാക്കിയെല്ലാം പറഞ്ഞതാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഹർസ് എന്ന് പറഞ്ഞാൽ ശരിക്കും കൃഷിയിടം എന്നാണ്. ബാക്കി ഏകദേശം എല്ലാ പദങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് ആയത്തുകളിലേക്ക് വരാം. ആദ്യം നമുക്ക് 222 ആയത്തിലേക്ക് വരാം. 222 ഖദ്ദമു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഖദ്ദമു എന്നുള്ള വഖദ്ദിമു അല്ലേ? വഖദ്ദിമു എന്നുള്ളത് ഖദിമ, മുന്നിടുക എന്നുള്ള അർത്ഥത്തിൽ മുന്നിലേക്ക് കൊണ്ടുപോവുക. ഖദിമ എന്നുള്ള പ്രയോഗം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് ആയത്തിലേക്ക് വരാം. 222 ആയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. വയസ് അലൂനക ഒരുപാട് വന്ന പദമാണ്.
വയസ് അലൂനക്കനിൽ ഖിതാൽ വയസ് അലൂനക്കനിൽ ഖമ്രി വൽ മൈസിർ അല്ലെ, എങ്ങനെ കുറേ അനിൽ യതാമ, അതങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇതിലിങ്ങനെ കുറേ ചോദ്യങ്ങളാട്ടോ. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഇങ്ങനെ വരികയാണ്, ഓരോ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പൊ അതിൽപ്പെട്ടതാണത്. ويسألونك عن المحيض محيض ഓതിക്കൂടി. ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض فاعتزلوا فاعتزلوا يعتزل يعتزلوا فاعتزلوا. ഇഅ്തിസാലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പിന്നെ കിബിലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് പറഞ്ഞു എന്ന് എൻ്റെ ഒരു ഓർമ്മ. ഫഅ്തസിലു നിസാഅ ഫിൽ മഹീദ് വലാ തഖ്റബൂഹുന്ന ഹത്താ യത്ഹുർൻ. ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. ഓക്കെ, ഏകദേശം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പദങ്ങൾ തന്നെയാണ്. കൂടുതൽ കെട്ടിക്കുടുക്കുകളൊന്നുമില്ല, എല്ലാം നമുക്ക് പരിചയമുള്ളത് തന്നെയാണ്. നമുക്ക് എന്തായാലും അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് വരാം. നമ്മൾ ഒരു പുതിയ ഭാഗമാണ് ശരിക്കും. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതിൻ്റെ ബാക്കി. കഴിഞ്ഞ ആയത്തിൽ ആരെയാണ് കല്യാണം കഴിക്കേണ്ടത്, ആരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു തആല ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. പിന്നെ വീണ്ടും സ്വഹാബിമാർ ചോദിച്ച ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറുപടിയാണ് അള്ളാഹു കൊടുക്കുന്നത്. വയസ്അലൂനക അനിൽ മഹീദ്. വയസ്അലൂനക, സഅല ചോദിച്ചു, യസ്അലു ചോദിക്കുന്നു, യസ്അലൂന അവർ ചോദിക്കുന്നു, യസ്അലൂനക അവർ നിന്നോട് ചോദിക്കുന്നു, വയസ്അലൂനക അവർ നിന്നോട് ചോദിക്കുകയും ചെയ്യുന്നു. അനിൽ മഹീദ് ആർത്തവത്തെക്കുറിച്ച്, ഹൈലിനെ കുറിച്ച്. ഹൈല് ആ പ്രയോഗം നമുക്ക് എല്ലാവർക്കും പരിചയം. ഉച്ചാരണം അങ്ങനെ തന്നെ പറയണം കേട്ടോ, ഹൈല് എന്ന് തന്നെ പറയണം. ഹൈല് ചില ആൾക്കാരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഹൗലിൻ്റെ സമയത്ത് ഹൈല് എന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ട്. ഈ ഹൗല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, ഇങ്ങനെ പള്ളികളിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ കെട്ടിക്കുടുക്കിയിട്ടുള്ള, അല്ല അതായത് 4 ഭാഗം ഇങ്ങനെ കെട്ടിയിട്ടോ അല്ലെങ്കിൽ റൗണ്ടിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, വെള്ളം നിർത്തുന്ന ആ വെള്ളക്കെട്ടിനാണ് ശരിക്കും എന്ത് ചെയ്യുക, ഹൗല് എന്ന് പറയാം. വെള്ളക്കെട്ടാണ് എന്ത്, ഹൗല്. ഹൈല് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രവാഹം എന്നുള്ള അർത്ഥമാണ്, ഇങ്ങനെ ഒലിച്ചു പോവുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ ചില ആൾക്കാരെങ്കിലും എന്ത് ചെയ്യും, ഈ ഹൗലിനെ ആ ഹൈലെന്ന് ഒളിർത്തു എന്നറിയാം. ഹൈലല്ല ശരിക്ക്, അത് ഹൗലാണ്, ഇത് ഹൈലാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. വയസ് അലൂനക അവർ നിന്നോട് ചോദിക്കുന്നു, അനിൽ മഹീൽ ഹൈലിനെ കുറിച്ച്, ആർത്തവത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. കുൽ നബിയെ പറയണം, അതെന്താണ്, ഒരു മാലിന്യമാണ്, ഒരു ഉപദ്രവമാണ് ശരിക്കത്. അതൊരു മാലിന്യം, ഒരു ആവശ്യമില്ലാത്ത ഒന്നാണ്. ഫഅ്തസിലൂ, അപ്പോൾ യഅ്തസിലൂ നിങ്ങൾ വിട്ടു നിൽക്കണം, അകന്നു നിൽക്കണം. ഇഅ്തിസാൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അകന്നു പോകുക എന്നാണ്. ഫഅ്തസിലൂ നിങ്ങൾ അകന്നു നിൽക്കണം, അന്നിസാഅ സ്ത്രീകളെ തൊട്ട്, ഫിൽ മഹീൽ അവർ ആർത്തവകാരിയായിരിക്കുമ്പോൾ. അവർ ആർത്തവകാരിയായിരിക്കെ ആ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം. വലാ തഖ്റബൂഹുന്ന
വലാ തഖറബു. തഖറബ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഖരീബ്, അടുക്കുക അല്ലേ? വലാ തഖറബൂഹുന്ന, അവരോട് നിങ്ങൾ അടുത്തു പോകാൻ പാടില്ല. ഹത്താ യത്ഹുർന, അവർ തൊഹൂറാകുന്നത് വരെ, അവർ ശുദ്ധിയാകുന്നത് വരെ, അവർ ശുദ്ധിയാകുന്നത് വരെ നിങ്ങൾ അവരുമായിട്ട് അടുത്തു നിൽക്കാൻ പാടില്ല. ഇതാണ് ഒരു ഭാഗം. നേരെ ശ്രദ്ധിക്കുക, ഒന്നുകൂടി പറഞ്ഞുതരാം. വയസ് അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. അനിൽ മഹീൽ, ആർത്തവത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. കുൽ, നബിയെ പറയണം, ഹുവ അദ, അത് ഒരു മാലിന്യമാകുന്നു, അതൊരു മാലിന്യമാണ്, ഒരു ഉപദ്രവമാണ്. ഫഅ്തസിലു, അതിനാൽ നിങ്ങൾ വിട്ടു നിൽക്കണം, അകന്നു നിൽക്കണം. അന്നിസാ, നിങ്ങളുടെ ഭാര്യമാരെ തൊട്ട്. ഫിൽ മഹീൽ, അവരുടെ ആർത്തവഘട്ടത്തിൽ, അവർ ആർത്തവകാരികളായിരിക്കെ നിങ്ങളുടെ സ്ത്രീകൾ അഥവാ നിങ്ങളുടെ ഭാര്യമാരെ തൊട്ട് നിങ്ങൾ അകന്നു നിൽക്കണം. വലാ തഖറബൂഹുന്ന, നിങ്ങൾ അവരുമായിട്ട് അടുത്തു പോകാൻ പാടില്ല. ഹത്താ യത്ഹുർന, നിങ്ങൾ ശുദ്ധിയാകുന്നത് വരെ. എപ്പോഴാണോ ശുദ്ധിയാകുന്നത് അപ്പോൾ മാത്രമാണ് നിങ്ങൾ അവരുമായിട്ട് അടുക്കാൻ പാടുള്ളൂ, അഥവാ ഭാര്യാഭർത്തൃബന്ധം പാടുള്ളൂ. ഇത്രയും ക്ലിയർ ആണോ? അല്ലേ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, ശരി. എന്നാ ബാക്കി പറയാം. ഫ ഇദാ തൊതഹർന, ഫ അപ്പോൾ, ഇദാ തൊതഹർന, എന്നാൽ നിങ്ങൾ അവർ തൊഹൂറായി കഴിഞ്ഞാൽ, അവൾ ശുദ്ധിയായി കഴിഞ്ഞാൽ, ഫ ഹുന്ന, അത്തായത്തി എന്ന് പറഞ്ഞാൽ വരിക അല്ലെങ്കിൽ ചെല്ലുക എന്നൊക്കെയാണ്. ഫ ഹുന്ന, നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലണം. മിൻ ഹൈസു അമറക്കുമുല്ലാഹ്, എങ്ങനെയാണോ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് അതുപോലെ നിങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെല്ലണം. അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച രൂപത്തിൽ നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോയിക്കോ. ഫ ഇദാ തൊതഹർന, എന്നാൽ ഇദാ തൊതഹർന, അവർ ശുദ്ധീകരിക്കപ്പെട്ടാൽ അഥവാ ശുദ്ധിയായി കഴിഞ്ഞാൽ, ശുചീകരിച്ചു കഴിഞ്ഞാൽ, ഫഅ്തൂഹുന്ന, നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലണം. മിൻ ഹൈസു അമറക്കുമുല്ലാഹ്, എങ്ങനെയാണോ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് ആ രൂപത്തിൽ. അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച പോലെ നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോയിക്കോളിയും, കുഴപ്പമില്ല. ഇന്നല്ലാഹ്, നിശ്ചയമായും അള്ളാഹു, യുഹിബ്ബു, അവന് ഹുബ്ബുണ്ട്, അവന് ഇഷ്ടമുണ്ട്. യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു. അത്തവ്വാബീന, തൗബ ചെയ്യുന്നവരെ. വയുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു. അൽ മുതത്വഹിരീൻ, തഹൂറുള്ള, ശുചിത്വം പാലിക്കുന്ന, ശുചിയുള്ളവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ രണ്ട് ഇഷ്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. യുഹിബ്ബു തവ്വാബീൻ വ യുഹിബ്ബുൽ മുതത്വഹിരീൻ. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, യുഹിബ്ബു തവ്വാബീന, അവൻ തൗബ ചെയ്യുന്നവരെ, പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. വ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു. അൽ മുതത്വഹിരീൻ, തഹൂറുള്ള ആളുകളെ, ശുചിത്വം പാലിക്കുന്നവരെ, ശുചിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ആയത്തൊന്നുകൂടി പറയാം, ശ്രദ്ധിക്കാം, എല്ലാവരും ശ്രദ്ധിക്കണേ. വയസ് അലൂനക അനിൽ മഹീൽ, വയസ് അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. അനിൽ മഹീൽ, ആർത്തവത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. കുൽ, നബിയെ പറയണം, ഹുവ അദൻ, അതൊരു മാലിന്യമാകുന്നു. ഫഅ്തസിലു നിസാ, അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ തൊട്ട് അകന്നു നിൽക്കണം. ഫിൽ മഹീൽ, അവർ ആർത്തവകാരിയായിരിക്കെ, അവരുടെ ആർത്തവഘട്ടത്തിൽ നിങ്ങൾ ഭാര്യയെ തൊട്ട് അകന്നു നിൽക്കണം. വല തഖറബുന്ന, നിങ്ങൾ അവരോട് അടുക്കാൻ പാടില്ല. ഹത്താ യത്ഹുർന, അവൾ ശുദ്ധിയാകുന്നത് വരെ. ഫഇദാ തതഹർന, ഇനി അവൾ ശുദ്ധിയായി കഴിഞ്ഞാലോ, ഫഅ്തൂഹുന്ന, നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലണം. മിൻ ഹൈതു അമറക്കുമുല്ലാഹ്, എങ്ങനെയാണോ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് അങ്ങനെ നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്നുകൊള്ളുക. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. വയുഹിബ്ബുൽ മുതത്വഹിരീൻ, തഹൂറുള്ള ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതാണ് ഭാഗം. ഏകദേശം അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ചില അർത്ഥ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് വരാം. വയസ് അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. അനിൽ മഹീൽ, ആർത്തവത്തെപ്പറ്റി, ഹൈലിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ആയത്ത് അവതരിക്കാൻ ഒരു സാഹചര്യമുണ്ട്, ഒരു അവതരണ പശ്ചാത്തലം. നേരെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കണേ. സ്വഹാബിമാര് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു.
മദീനയിലേക്ക് വന്നപ്പോൾ അവിടെ പ്രധാനമായിട്ടുള്ള രണ്ട് വിഭാഗങ്ങൾ, ഒന്ന് ജൂതന്മാരാണ്, മറ്റൊന്ന് സാധാരണ അറബികളാണ്. അപ്പൊ ഈ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു നാട്ടിലെത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ അവിടെ താമസിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചും അതേപോലെ തന്നെ കാര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കുകയും ചെയ്യും. ഇപ്പോൾ ഓരോ നാട്ടിലും വ്യത്യസ്തമായ ശൈലികളാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും യൂട്യൂബിലൊക്കെ നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് മറ്റുള്ള നാടുകളിലുള്ള അവിടുത്തെ ഭക്ഷണവും അതേപോലെ തന്നെ അവിടുത്തെ ശൈലിയും അവിടുത്തെ വിവാഹവും അവിടുത്തെ കുടുംബവും അതേപോലെ തന്നെ അവിടുത്തെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ അങ്ങനെയാണില്ലേ, അവിടെ എങ്ങനെയാണില്ലേ എന്ന് പല ആളുകളും ചോദിക്കും അല്ലേ. ഇതുപോലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബത്ത് വരികയാണ്. അപ്പോൾ അവിടെ വന്ന് നോക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ജൂതന്മാരാണ്. നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജൂതന്മാർ തന്നെ 3 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, 3 ഗോത്രക്കൾ, ബനു കൈനുക, ബനു ഖുറൈള, ബനു നളീർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവരാണ് പ്രധാനമായിട്ടുള്ള വിഭാഗം. അപ്പൊ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഭാര്യമാർക്ക് മെൻസസ് ആകുന്ന സമയത്ത്, ആർത്തവമുള്ള സമയത്ത് വളരെ കർശനമായ ഐത്തമായിരുന്നു അവർ കണ്ടിരുന്നതെന്ന്. അഥവാ യഹൂദന്മാര് ആ സ്ത്രീയെ അടുപ്പിക്കൂല എന്ന് മാത്രമല്ല, അവരുടെ റൂമിൽ നിന്നോ ഒരു പക്ഷേ കുറച്ചുകൂടി കർശനമായിക്കൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് വരെ അവരെ മാറ്റി നിർത്തും. ആ വീട്ടിൽ നിന്നടക്കം മാറ്റി നിർത്തും, പുറത്തേക്കാക്കുക. അവരുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കൂല, അവരുമായിട്ട് ഒരുമിച്ച് ഇരിക്കൂല. ഇങ്ങനെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ മോശമായ ഒന്നാണ്. ആർത്തവം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായ ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കർശനമായ രൂപത്തിൽ ആ സ്ത്രീകളുമായിട്ട്, തൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ട് കൂടി ആ ഭാര്യയോടൊന്നിച്ചിരിക്കാനോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനോ ഒരുമിച്ച് കിടക്കാനോ ഒന്നിനും റെഡിയാവാതെ അവരെ പൂർണ്ണമായി അകറ്റി നിർത്തുന്ന ഒരു ശൈലിയായിരുന്നു ജൂതന്മാരെടുത്തിരുന്നത്. എന്നാൽ അതേ നാട്ടിൽ തന്നെ മറ്റൊരു വിഭാഗമുണ്ട്, അറബികളിൽപ്പെട്ട ആളുകൾ, ജൂതന്മാരല്ലാത്ത മറ്റു ഇതര വിഭാഗത്തിൽപ്പെട്ട അറബികൾ. അവരെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഔസ്, ഖസറജ് പോലുള്ള ഗോത്രങ്ങൾ, അതല്ലാത്ത ഗോത്രങ്ങളുണ്ട്. അപ്പൊ അവിടെയുള്ള ആളുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു നിയമം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവര് മെൻസസ് ആവട്ടെ മെൻസസ് ഇല്ലാതാവട്ടെ അവരെല്ലാം അടുത്തിടപഴകും. എത്രത്തോളം എന്നാൽ അവർ ആർത്തവകാരിയായിരിക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതുവരെ അവർ ചെയ്തിരുന്നു. അപ്പൊ ഇത് രണ്ടും ഒരേ നാട്ടിൽ നടക്കുകയാണ്. ഒരു വിഭാഗം വളരെ കർശനമായി അതിനെ കാണുന്നു, വേറെ ചില ആളുകളാവട്ടെ വളരെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് സ്വഹാബത്തിന് സംശയം വന്നത്, ഇപ്പൊ ഏതാപ്പതുക്ക് ശരി, ഇതിനൊരു ദീനിവശം ഉണ്ടാകൂല എന്തായാലും. അങ്ങനെ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരികയാണ്. പ്രവാചകർ ഇങ്ങനെ 2 സംഭവങ്ങളെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിൽ സത്യത്തിലൊരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അവസാനത്തിലാണ് പറയുന്നത്, ഇസ്നഉ കുല്ല ഷൈഇൻ ഇല്ല നിക്കാഹ്. നിങ്ങൾ എന്ത് ചെയ്തോളിയും, നിങ്ങളുടെ ഭാര്യയോടൊന്നിച്ചിരുന്നോ, ഒരു കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ പാടില്ല. അതല്ലാത്ത ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. ഭാര്യയോടൊന്നിച്ചിരിക്കുന്നത് കൊണ്ടോ ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ടോ കെട്ടിപ്പിടിച്ചു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ ഒന്നും പ്രശ്നമല്ല, ഒരു പ്രശ്നവുമില്ല. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്, ആ ഒരു അവസ്ഥയിലേക്ക് ജനാപത്ത് വരുന്ന രൂപത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക എന്നുള്ളത് പാടില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ്. ഇതാണ് ഈ ആയത്ത് അവതരിക്കാനുണ്ടായ കാരണം. വയസ് അലൂനക്ക എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി വീണ്ടും അടുത്ത വാചകം അനിൽ മഹീൽ എന്നാണല്ലോ. എന്താണ് ഈ ഹൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഹൈൽ എന്നതിന് ഭാഷാപരമായി പ്രവാഹം എന്നാണ് അർത്ഥം. അങ്ങനെ പ്രവഹിക്കുക, അങ്ങനെ ഒഴുക എന്നുള്ളതാണ്. പ്രസവ കാരണത്താലല്ലാതെ, നേരെ ശ്രദ്ധിക്കുക, പ്രസവ കാരണത്താലല്ലാതെ രോഗാവസ്ഥയിലല്ലാതെ നിർണിത സമയങ്ങളിലായി സ്ത്രീയുടെ ഗർഭപാത്രത്തിനുള്ളിൽ നിന്ന് പുറപ്പെടുന്ന നൈസർഗിക രക്തമാണ് മതത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഹൈൽ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പല നിലക്ക് രക്തം വരും. ഒന്ന് പ്രസവത്തോടനുബന്ധിച്ചുകൊണ്ടാണ്. പ്രസവത്തോടനുബന്ധിച്ചുകൊണ്ട് പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൂടെ രക്തം വരും. അതിന് നിഫാസ് എന്ന് പറയാം. എന്നാൽ പ്രസവത്തോടല്ല. അതേപോലെ തന്നെ രോഗാവസ്ഥയുമല്ല. രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് രോഗിയായതിൻ്റെ പേരിൽ ഈ തരത്തിൽ ഇസ്തിഹാലത്ത് എന്നൊക്കെ പറയും, ആ രൂപത്തിൽ ഇങ്ങനെ വരും. അതുമല്ല. ഇത് രണ്ടുമല്ലാതെ
ഒരു നിർണിത സമയങ്ങളിൽ ഓരോ മാസവും വരുന്ന, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ വരുന്ന ഇതിനാണ് എന്ത് പറയുക, ഹൈള് എന്ന് പറയുന്നത്. സ്ത്രീകളിൽ അവരുടെ പ്രത്യുൽപാദനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ആർത്തവം. അഥവാ ഒരു പെണ്ണ് അവൾ റെഡിയാണ്, ഒരു കുഞ്ഞിനെ വഹിക്കാൻ അവളുടെ ഗർഭപാത്രം റെഡിയാണ് എന്നതിൻ്റെ തെളിവാണ് അവൾ മെൻസസ്സുകാരിയാകുക എന്നുള്ളത്. മെൻസസ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പിക്കാം, അത് 9 വയസ്സിലാണെങ്കിലും 10 വയസ്സിലാണെങ്കിലും ഒക്കെ അവൾ ഒരു കുഞ്ഞിനെ വഹിക്കാൻ റെഡി ആയിട്ടുണ്ട്, അവളുടെ ഗർഭപാത്രം അതിന് സജ്ജമായിട്ടുണ്ട്, പ്രത്യുൽപാദനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് എന്ത് ചെയ്യണത്, അതൊക്കെ എണ്ണപ്പെടുന്നത്. ഇനി ഇവിടെ സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ. എത്രയാണ് ഇതിൻ്റെ പ്രായപരിധി എന്നുള്ളത്, ചെറുതെത്രയാണ്, വലുതെത്രയാണ്, എത്ര ദിവസമാണ് ഇത് സംഭവിക്കുക, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പല ആളുകൾക്കും ഉണ്ടാകും. എല്ലാം കൂടി നമ്മൾ വിശദീകരിക്കുന്നില്ല, ചെറിയ രൂപത്തിൽ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാം. അതിലൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരുങ്ങിയ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 9 വയസ്സാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇദാ ബലഗത്തിൽ ജാരിയ 9 സിനീന ഫഹിയ ഇംറഅ. ഒരു പെൺകുട്ടിക്ക് 9 വയസ്സായി കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്തു, അവൾ ഒരു സ്ത്രീയായി മാറിയുന്ന. 9 വയസ്സാകുമ്പോൾ തന്നെ എന്ത് ചെയ്തു, ഒരു സ്ത്രീ എന്ന് പറയാം, ഒരു പെണ്ണായി എന്നുള്ള നിലക്കാണ്. 9 വയസ്സിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, മെൻസസ് ഉണ്ടാവാം. ഇനി ചില കുട്ടികൾക്ക് 9 വയസ്സാകുമ്പോൾ ആവണമെന്നില്ല, ചിലപ്പോൾ 10 ആകും, 11 ആകും. ഇതൊക്കെ എന്താണ്, ആ ഒരു ഏറ്റവും ചുരുങ്ങിയത് അത്രയാണ്. ഇനി മറ്റൊരു ഹദീസിലുള്ളത്, ഇത് ബലഗത് ഇംറഅതു 50 സന, ഒരു പെണ്ണിന് 50 വയസ്സായാലോ ഖറജത് മിൻ ഹദ്ദിൽ ഹൈള്, ആ ഹൈള് അതിൻ്റെ ആ ഒരു പരിധി എന്ത് ചെയ്യണം, വിട്ടുകിടക്കണം. 50 വയസ്സ് കഴിയുമ്പോൾ ഏകദേശം എന്ത് ചെയ്യും, ആ മെൻസസ് ഒക്കെ നിൽക്കും. എന്നാൽ ചില ആളുകൾക്ക് ഉണ്ടാകും 50 വയസ്സ് കഴിഞ്ഞാലും ഈ രൂപത്തിൽ മെൻസസ് ഉണ്ടാകുന്നവരും ഉണ്ടാവാം, ചില ആളുകളുടെ വ്യത്യാസങ്ങൾ. അപ്പോൾ ഒരു ചുരുങ്ങിയത് 9 വയസ്സും, ദീർഘിച്ചത് അല്ലെങ്കിൽ ദൈർഘ്യമുള്ളത് അല്ലെങ്കിൽ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വയസ്സും എന്ന നിലക്കാണ് എണ്ണപ്പെട്ടിട്ടുള്ളത്. അതിൽ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. ഇനി ആർത്തവത്തിൻ്റെ കുറഞ്ഞ കാലയളവിനും കൂടിയ കാലയളവിനും പ്രത്യേക പരിധിയില്ല. അഥവാ എത്ര ദിവസം അത് സംഭവിക്കാമെന്ന് വെച്ചാൽ 6 ദിവസം സംഭവിക്കാം, 7 ദിവസം സംഭവിക്കാം. ഒരു പക്ഷേ അതിൽ കുറവ് സംഭവിക്കാം, അതിൽ കൂടുതലും സംഭവിക്കാം. ഇതൊക്കെ എന്താണ്, പൊതുവെ വ്യക്തികൾക്കനുസരിച്ചുകൊണ്ട്, സ്ത്രീകൾക്കനുസരിച്ചുകൊണ്ട് സംഭവിക്കും. ചില ആളുകൾക്ക് ഒരു മാസം തീരെ ഉണ്ടാവില്ല, അടുത്ത മാസം കുറേ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നവരുണ്ട്. അവിടെ ചില ഹദീസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ നിങ്ങളതൊരു കണക്ക് നോക്കിയിട്ട് 24 ദിവസം അല്ലെങ്കിൽ 23 ദിവസം നിങ്ങൾ നിസ്കരിച്ചോളിയും എന്ന് പറയുന്ന ചില ശൈലികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പണ്ഡിതന്മാരോട് തന്നെ ചോദിക്കപ്പെട്ടിട്ടുണ്ട്, ഇതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ സാധാരണ രക്തത്തിൽ നിന്നും കുറച്ചുകൂടി കറുത്ത നിറമുള്ളതായിരിക്കും, കുറച്ചുകൂടി കറുപ്പുള്ളതായിരിക്കും അത് എന്നും, അതുപോലെ തന്നെ ഒരു ദുർഗന്ധം ഉണ്ടായിരിക്കുമെന്നും, അതുപോലെ തന്നെ കുറച്ച് കട്ടിയുള്ളതായിരിക്കും. ഈ 3 നിബന്ധനകളാണ് പണ്ഡിതന്മാർ ഇതിൽ പറഞ്ഞിട്ടുള്ളത് മെൻസസ് ആണ് എന്നതിൻ്റെ തെളിവ്. അതായിക്കഴിഞ്ഞാൽ അത് മറ്റുള്ള സാധാരണ രക്തമല്ല എന്ന് മനസ്സിലാക്കുകയും, നമസ്കരിക്കുന്നവരാണെങ്കിൽ ആ നമസ്കാരം നിർത്തുകയും, അല്ലെങ്കിൽ നോമ്പെടുത്തവരാണെങ്കിൽ ആ നോമ്പ് ഒഴിവാക്കാനൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഈ 3 നിബന്ധനകൾ പറഞ്ഞുകൊണ്ട്, ഒന്ന്, സാധാരണ രക്തത്തെ പോലെയല്ല, മറിച്ച് അത് കുറച്ചുകൂടി ഡാർക്കായിരിക്കും, കുറച്ചുകൂടി കറുത്ത ഒരു നിറമായിരിക്കുമെന്നും, രണ്ടാമത്തേത് അതിനൊരു ദുർഗന്ധം ഉണ്ടായിരിക്കും, ഒരു പ്രത്യേക സ്മെല്ലുണ്ടായിരിക്കും, രക്തത്തിനെ സംബന്ധിച്ചിടത്തോളം സ്മെല്ലല്ല, അതല്ലാത്തൊരു സ്മെല്ലായിരിക്കുമെന്നും, അതുപോലെ തന്നെ അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് മനസ്സിലാകും. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും, എല്ലാവർക്കും ഒരേ സ്മെല്ലല്ല ഉണ്ടാവുക. അവരുടെ ശാരീരിക അവസ്ഥ നോക്കിക്കൊണ്ട് ഓരോ വ്യക്തിക്കും വിയർപ്പ് വ്യത്യസ്തമാണ്, മൂത്രത്തിൻ്റെ സ്മെല്ല് വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ ഈ മെൻസസിൻ്റെ രക്തവും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും, അതിൻ്റെ സ്മെല്ലും വ്യത്യാസമുണ്ടായിരിക്കുമെന്നാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം, അത് കട്ടിയുള്ളതായിരിക്കുമെന്നാണ്. സാധാരണ രക്തത്തെ പോലെയല്ല, സാധാരണ രക്തം ഒരു നേർത്തതാണെങ്കിൽ മെൻസസിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ളതായിരിക്കുമെന്നും പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ആർത്തവം ഉള്ള ഒരു സ്ത്രീ മെൻസസ് ഉള്ള സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളുണ്ട്, വിധിവിലക്കുകളുണ്ട്. അതിലൊന്നെന്താ വെച്ചാൽ, അവൾ നമസ്കാരം ഒഴിവാക്കണം. നമസ്കാരം സുന്നത്താവട്ടെ ഫറലാവട്ടെ അതൊക്കെ എന്ത് ചെയ്യണം, അവൾ ഒഴിവാക്കണം. അവൾ നിസ്കരിക്കേണ്ടതില്ല, അവൾക്ക് ഇളവുണ്ട്, നിസ്കാരം ഒഴിവാക്കാൻ അവൾക്ക് ഇളവുണ്ട്. എന്നാൽ എപ്പോഴാണോ അവൾ ശുദ്ധിയാകുന്നത് അപ്പോൾ മുതൽ എന്ത് ചെയ്യണം, അവൾ നമസ്കാരം തുടരുകയും വേണം. എന്നാൽ രണ്ടാമത്തെ നോമ്പും ഇളവുണ്ട്, പക്ഷേ ആ നോമ്പ് പിന്നീട് നോറ്റുകൂട്ടണം. നമസ്കാരം പിന്നീട് നിസ്കരിച്ചു കൂട്ടണ്ട, നിസ്കാരം എന്ത് ചെയ്യണ്ട, നിസ്കരിച്ചു കൂട്ടണ്ട, അത് ഒഴിവായത് തന്നെയാണ്, പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, അവളത് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആ നോമ്പ് നഷ്ടപ്പെട്ടത് എത്രയാണോ ആ മെൻസസിൻ്റെ സമയത്ത് നഷ്ടപ്പെട്ടത് മുഴുവൻ അവൾ നോറ്റുകൂട്ടണം.
എപ്പോഴാണോ അവൾക്ക് മെൻസസ് ആയത് ആ സമയം മുതൽ അവൾ നോമ്പുള്ളവളാണെങ്കിൽ തന്നെ ആ നോമ്പ് അവസാനിപ്പിക്കണം. രക്തം കണ്ടാൽ, എന്നാൽ ചില ആളുകൾക്ക് ഉണ്ടാകും വയറുവേദന തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. വേദന വന്നു എന്നതുകൊണ്ട് നോമ്പ് ഒഴിവാക്കണ്ട. എന്നാൽ രക്തം കണ്ടാലോ രക്തം വന്നാലോ അതോടുകൂടി നോമ്പ് ബാത്തിലായി. പിന്നെ അവൾ എന്ത് ചെയ്യണം? ആ നോമ്പ് അവസാനിപ്പിക്കുക. ആ നോമ്പ് പിന്നീട് നോറ്റുപൂട്ടുകയും വേണം. ഇനി മൂന്നാമത്തൊരു കാര്യമാണ് തൊവാഫ് ചെയ്യുക എന്നുള്ളത്. മെൻസസ്സുകാരി തൊവാഫ് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് പോകുമ്പോൾ പ്രവാചകന്റെ കൂടെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് പുറപ്പെട്ടത്. പക്ഷേ സെരിഫ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മെൻസസ്സുകാരിയായി. അവർക്ക് വല്ലാത്ത സങ്കടം വന്നു. അവർ കരയാൻ തുടങ്ങിയെന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തേ നീ നിങ്ങൾക്ക് മെൻസസ് ആയോ എന്ന് ചോദിച്ചു. പറഞ്ഞു നബി ആയി എന്ന് പറഞ്ഞു. പറഞ്ഞു ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളി. ജംറകളിൽ കല്ലെറിയ ഒരു പ്രശ്നമല്ല. അതേപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്യാം. പക്ഷെ തൊവാഫ് ചെയ്യണമെങ്കിൽ ഈ മെൻസസിൽ നിന്ന് ശുദ്ധിയാവണം, അഥവാ ഹൈലിൽ നിന്ന് ശുദ്ധിയാവേണ്ടതുണ്ട്. അപ്പോൾ അതല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തോളും. ഇത് മാറിയതിന് ശേഷം പോയിട്ട് തൊവാഫ് ചെയ്താൽ മതി എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളിയിൽ പ്രവേശിക്കലും താമസിക്കലും. പള്ളിയിൽ താമസിക്കുക ഇത് മെൻസസ്സുകാരിക്ക് പാടില്ല. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ എന്ത് ചെയ്യാണ്? പള്ളി വിട്ട് കിടക്കണം. ഒരു അപ്പുറത്ത് കയറണം എന്നുണ്ടെങ്കിൽ ഇത് കയറിയിട്ട് അങ്ങോട്ട് പോകണം. ഉദാഹരണം പറയാം, ചില പള്ളികൾ ഉണ്ടാകും, അതിൻ്റെ മുകളിലായിരിക്കും മദ്രസ ഉണ്ടാകുക. മദ്രസയിൽ വല്ല പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പള്ളിയിലൂടെ കയറിയിട്ട് മദ്രസയിലേക്ക് കയറുന്നത് കൊണ്ട് തെറ്റില്ല. അവൾ ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ കൃത്യമായി പാഡുകളൊക്കെ വെച്ച് ഒരിക്കലും എന്ത് ചെയ്യൂല, അതിൽ നിന്ന് രക്തം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ആ രൂപത്തിൽ അവൾക്ക് എന്ത് ചെയ്യാം? പള്ളിയുടെ ഉള്ളിലൂടെ നടന്ന് നേരെ മുകളിലേക്ക് കയറി എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് കടന്നു എന്നുള്ളത് കൊണ്ടോ തെറ്റില്ല. അത് തെറ്റുള്ള ഒരു കാര്യമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. ഇനി അതുപോലെ തന്നെ ആർത്തവ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലൈംഗിക വീഴ്ച എന്നുള്ളത്. സെക്സ് ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അഥവാ അവർ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഇരിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രകടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതോ പ്രശ്നമല്ല. അതല്ല പ്രശ്നം. അതിനപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങൾ അത് പാടില്ല എന്നുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീ മെൻസസ്സുകാരിയായിരിക്കെ അല്ലെങ്കിൽ ഹൈലുകാരിയായിരിക്കെ അവളെ തൊലാക്ക് ചെല്ലുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. ആ സമയത്ത് തൊലാക്ക് ചെല്ലാൻ പാടില്ല. ഒരു പെണ്ണ് മെൻസസ്സുകാരിയായിരിക്കെ അവളുടെ ഭർത്താവ് അവളെ തൊലാക്ക് ചെല്ലാൻ പാടില്ല. ആ തൊലാക്ക് ചെല്ലിയാൽ ആ തൊലാക്കായിട്ട് എണ്ണപ്പെടുകയില്ല. അത് ഹറാമായ തൊലാക്കാണ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ പണ്ഡിതന്മാർ എണ്ണുന്നുണ്ട്. കാരണം ഒരു പെണ്ണ് മെൻസസ്സുകാരിയായിരിക്കെ അവൾക്ക് ചിലപ്പോൾ അവളുടെ ഹോർമോൺ വരുന്ന ചേഞ്ചിനനുസരിച്ചുകൊണ്ട് അവൾ ചിലപ്പോൾ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറയും. ഇങ്ങനത്തെ കുറേ അവസ്ഥകളുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹു സുബ്ഹാനഹു എത്രത്തോളം കൃത്യമായിട്ടാണ് ഈ ദീനിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത് എന്നുള്ളത്. അല്ലെ, പല ആളുകൾക്ക് ചില അനുഭവം ഉണ്ടാകും. ആ ഒരു സമയത്ത് വല്ലാത്ത ഒരു മൂഡ് സ്വിങ്സ് എന്നാ പറയുക, ആകെ മാറിയിട്ടുണ്ടാകും. മെൻ്റലി മാറും, ഫിസിക്കലി മാറും, വൈകാരികമായിട്ട് മാറും. ഇങ്ങനെ ആകെ അയക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭർത്താവിനോട് ദേഷ്യപ്പെടും, മക്കളോട് ദേഷ്യപ്പെടും. ഇങ്ങനത്തെ സമയങ്ങളുണ്ടാകും. അപ്പോൾ അവിടെയാണ് ഇസ്ലാം പറയണത് ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെ രണ്ടുപേരും തമ്മിൽ സംസാരം ഉണ്ടായി, പ്രശ്നം ഉണ്ടായി, വേഗം ഞാൻ തൊലാക്കില്ലിരിക്കണു, പറ്റൂല എന്നാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. അവളെ മെൻസസ് മാറട്ടെ, അവൾ പൂർണ്ണമായി ശുദ്ധിയാവട്ടെ, എന്നിട്ടും അവൾ അങ്ങനെ തന്നെയാണോ, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇസ്ലാമികമായ വശം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവരെ തൊലാക്കില്ല. തൊലാക്ക് ചൊല്ലുന്നവരാണെങ്കിൽ, അത്രയും നിർബന്ധാവസ്ഥയിലാണെങ്കിൽ പോലും ഇങ്ങനെ കുറേ നിബന്ധനകൾ അവിടെ പാലിക്കപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ ഇതൊന്നും പല ആളുകളും എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. പ്രത്യേകിച്ച് തൊലാഖിൻ്റെ വിഷയമൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് വരുന്നുണ്ട്. അടുത്ത ആയത്തുകളിൽ വരുന്നുണ്ട്. എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. ഇന്ന് വളരെ നിസ്സാരമായിക്കൊണ്ടിങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. കല്യാണം കഴിക്കുന്നു, ഒരു മാസം കഴിയുമ്പോഴേക്ക് തൊലാക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു, അടുത്ത മാസമാകുമ്പോഴേക്കും ഒരു വീണ്ടും അതിൻ്റെ പ്രത്യേക കൂട്ടായ്മകളൊക്കെ രൂപീകരിക്കുന്നു. എന്തെല്ലാം തോന്നിവാസങ്ങൾ. ഇൻഷാ അല്ലാഹ് അതിൽ ഖുർആൻ എന്തു പറയുന്നു, അള്ളാഹു എന്തു പറയുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ അടുത്ത ഭാഗം പറയാണ്. ഇപ്പോൾ വയസ്അലൂനക അനിൽ മഹീദ് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് അള്ളാഹ് പറയാണ്, കുൽ, നബിയെ പറയണം, ഹുവ അദാ. അദൻ എന്ന് പറഞ്ഞാൽ അതൊരു മാലിന്യമാണ്. ആ മെൻസസ് എന്ന് പറഞ്ഞാൽ ആ രക്തം ഒരു മാലിന്യമാണ്. ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ്. നിങ്ങളുടെ ഭാര്യ അവൾ ആ മെൻസസ്സുകാരിയായിരിക്കെ, ഹൈലുള്ളവളായിരിക്കെ അവളെ നിങ്ങൾ എന്ത് ചെയ്യണം, അകറ്റി നിർത്തണം, അഥവാ അകന്നു നിൽക്കണം. നിങ്ങൾ അവളിൽ നിന്ന് അകന്നു നിൽക്കണം. ഫലാ തഖറബൂന്ന, നിങ്ങൾ അവരെ അടുപ്പിക്കരുത്. ഹത്താ യത്ഹുർന, അവൾ ശുദ്ധിയാക്കുന്നത് വരെ അവരെ സമീപിക്കാൻ പാടില്ല. നിങ്ങൾ അവളെ സമീപിക്കാൻ പാടില്ല. ഈ പറയുന്നത് ഒരിക്കലും ഭാര്യൻ്റെ അടുത്തിരിക്കരുതേ എന്നല്ല. ഇവിടെയുള്ള ആ ഒരു ഖറാബത്ത്, ആ ഒരു അടുപ്പെന്ന് പറഞ്ഞാൽ അത് ജിമാ ആണ്.
ഭാര്യാഭർത്തൃ ബന്ധം അഥവാ സെക്സ് ചെയ്യുക എന്നുള്ളത് പൂർണ്ണമായിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് പാടില്ല, ബാക്കിയെല്ലാം പറ്റും. ആ വിഷയത്തിൽ ചില സംഭവങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അതിന് ആദ്യം ഈ ഒരു വാചകം പറയാം. മാലിന്യം അല്ലെങ്കിൽ അദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആർത്തവ രക്തത്തെയും ആ കാലയളവിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളെയുമാണ്. ആരോഗ്യപരമായി നോക്കുമ്പോഴും ആ സമയത്തെ ലൈംഗിക ബന്ധം ഇരുവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഒരു പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാത്ത, ഗൗരവം കാണിക്കാത്ത ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഹുവ അദൻ, അതൊരു മാലിന്യമാണ്. ഒന്ന്, അതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിൽ നിന്നുള്ള മോശം രക്തമാണ് പുറത്തേക്ക് വരുന്നത്, മോശം രക്തം. അതുകൊണ്ടാണ് ഇത് വരുന്ന അതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ചില ആളുകളെങ്കിലും പറഞ്ഞത് പുരുഷനും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. കാരണം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നുള്ള മോശം രക്തമാണ്, നല്ല രക്തമല്ല പോകുന്നത്, മോശം രക്തമാണ് എന്ത് ചെയ്യണത് പോകുന്നത് ആ ശരീരത്തിന് ആവശ്യമില്ലാത്ത രൂപത്തിൽ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്, അതിന് ശാരീരികമായി കൊണ്ട് ചില മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവേണ്ടത്. അവിടെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് പോകുമ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകും, ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകും. അവിടെ ഒരു പരിഗണനയാണ്. ആ സമയത്ത് ഒരു പുരുഷൻ അവൻ്റെ ആഗ്രഹങ്ങളുമായിട്ട് നേരെ ചെല്ലുമ്പോൾ അവൾ ശാരീരികമായും മാനസികമായും തളർന്നൊരു ഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് അവളെ ആ തരത്തിൽ സമീപിക്കാൻ പാടില്ല. അവിടെയാണ് ഫഅ്തസിലു, നിങ്ങൾ അകന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആർത്തവ സമയത്ത് യോനിയിലൂടെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മാത്രമാണ് ഇതിലൂടെ കർശനമായി വിലക്കിയിട്ടുള്ളത്. ഫഅ്തസിലു എന്ന് പറഞ്ഞാൽ അകന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ള ലൈംഗിക ബന്ധം പറ്റൂല. അതല്ലാതെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്നത് കൊണ്ടോ കിടന്നതുകൊണ്ടോ ഭക്ഷണം കൊടുത്തത് കൊണ്ടോ ഒരു പ്രശ്നമില്ല. അവിടെയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം കൊണ്ടുവരപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം കൊണ്ടുവന്നാൽ ഒരു പക്ഷേ ഇറച്ചിയായിരിക്കും ഉണ്ടാകുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അത് എന്നിലേക്ക് നീക്കും. അനഹായിള, ഞാൻ ആ സമയത്ത് ഹൈലുകാരിയായിരിക്കും. നബി നേരെ എൻ്റെ അടുത്തേക്ക് വെക്കും, ഇത് കഴിച്ചോ എന്ന് പറയും. പരിഗണിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം അവരെ പരിഗണിക്കുകയാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അത് കടിക്കും. അതിനുശേഷം നബി ചോദിക്കും, എവിടെ, ഏത് ഭാഗത്ത് ചുണ്ട് വെച്ചിട്ട് ആയിഷ കടിച്ചത്? അപ്പം പറയുതാ, ഞാൻ ഇന്ന ഭാഗത്താ. എന്നാൽ ഞാനും അവിടെ തന്നെ കടിക്കട്ടെ. പരിഗണിക്കുകയാണ്. ആ ഒരു ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ശൈലി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാല് കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ആയിഷ ബീവിക്ക് കൊടുക്കും. ആയിഷ റളിയല്ലാഹു അൻഹയോട് കുടിക്കാൻ പറഞ്ഞു പറയും. അവർ കുറച്ച് കുടിച്ചിട്ട് വേണം നബി ചോദിക്കും, ഏത് ഭാഗത്ത് ചുണ്ട് വെച്ചിട്ടാണ് നിങ്ങൾ കുടിച്ചത്? അപ്പോൾ അതാ പാത്രത്തിൻ്റെ ഇന്ന ഭാഗത്ത്. എന്നാൽ ഞാനും അവിടെ തന്നെയാണ്. അവർ പരിഗണിക്കുക. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലായിരിക്കും. നബിയുടെ വീടും പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ചുമരാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കും, ഈത്തിക്കാഫ് ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നബി പള്ളിയിലിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് കൊടുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ നബിൻ്റെ മുടി ചീക്കി കൊടുക്കും. കാരണം അവർക്ക് പള്ളി കയറാൻ പറ്റൂല, ഒരു മെൻസസ്സുകാരിയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും പരിഗണിക്കുകയാണ്. ഹദീസുകളിൽ കാണാൻ പറ്റും, ഭാര്യാഭർത്തൃ ബന്ധം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അഥവാ ഒരു ഭാര്യയോടൊന്നിച്ചിരിക്കണോ, ഒരാൾക്ക് ഇരിക്കാം, അയാൾക്ക് ശാരീരികമായിട്ടുള്ള ചില ആവശ്യങ്ങൾ വേണോ എങ്കിൽ ആ ഭാഗത്ത് എവിടെ നിന്നാണോ രക്തം വരുന്നത് ആ ഭാഗത്ത് കുറച്ച് കട്ടിയുള്ള തുണികൾ വെക്കുക എന്നുള്ളത്, അഥവാ പാഡ് പോലത്തത് വെക്കുക. അതിനുശേഷം പ്രകടമായിട്ട് ബാക്കി എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അയാൾക്ക് നിർവഹിക്കാം എന്നുള്ളതാണ് ഇസ്ലാം അനുവദിക്കുന്നത്. അതൊക്കെ ചെയ്യാം. അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ജൂതന്മാരെ പോലെ തീരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ചില അറബികൾ ചെയ്തതുപോലെ പരിപൂർണമായിക്കൊണ്ട് ആ സമയത്ത് ബന്ധപ്പെടുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അവിടെ ഹത്ത യത്ഹർന, അവിടെ ശുദ്ധിയാകുന്നത് വരെ എന്നുള്ള പ്രയോഗം, പാർത്തവ രക്തസ്രാവം പൂർണ്ണമായും നിൽക്കുകയും അതിനുശേഷം അവൾ കുളിച്ച് ശാരീരികമായി ശുദ്ധിയാവുകയും ചെയ്യുന്നത് വരെയാണ് ഈ വിലക്ക്. അതിനുശേഷമേ ലൈംഗിക ബന്ധം അനുവദനീയമാകുള്ളൂ. അവൾ പറയാണ്, അത് മെൻസസ് കഴിഞ്ഞിട്ടുണ്ട്, അഥവാ രക്തം വരുന്നു നിന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ കുളിക്കുകയാണല്ലോ, എന്നപ്പോൾ ഈ സമയത്ത് ഒരു ഭാര്യാഭർത്തൃ ബന്ധം ലൈംഗിക ബന്ധത്തിലേക്ക് പോകാൻ പറ്റൂല. പൂർണ്ണമായിട്ട് നിൽക്കും വേണം, ശാരീരികമായിട്ട് ശുദ്ധിയാകും വേണം. അതിനുശേഷം മാത്രമാണ് എന്ത് ചെയ്യുക, ഭാര്യാഭർത്തൃ ബന്ധം പാടുള്ളൂ. ഒരു പക്ഷേ പല ആളുകളും അത് ഗൗരവപ്പെട്ട് കാണാറില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ഭാര്യ ശുദ്ധി മെൻസസ്സുകാരിയാണ്. ആ മെൻസസ്സുകാരിയായി പിന്നെ അവൾ കുളിച്ചിട്ടില്ല. മെൻസസിൻ്റെ കുളിയുണ്ട്, ആ മാറിയിട്ടുള്ള കുളി, ആ കുളി കുളിച്ചിട്ടില്ല. പക്ഷെ അവൾക്ക് രക്തം നിന്നിട്ടുണ്ട്. ആ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഭാര്യാഭർത്തൃ ബന്ധം പാടില്ല. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഇത് നിർവഹിക്കേണ്ടത് എന്നുകൂടി ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി വീണ്ടും പറയാണ്, ഫഇദാ തത്വഹർന,
ഇനി അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ ഫഅ്തൂഹുന്ന, നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോയിക്കോ, മിൻ ഹൈസു അമറക്കുമുല്ലാ, എങ്ങനെയാണോ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത്, കൽപ്പിച്ചിട്ടുള്ളത്, അള്ളാഹു നിങ്ങളോട് എങ്ങനെയാണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ച രൂപത്തിൽ നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോയിക്കോ. അഥവാ അള്ളാഹ് അനുവദിച്ച രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സമീപിക്കുകയും നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം നിങ്ങൾ നിർവഹിക്കുകയും ചെയ്തു, അവൾ ശുദ്ധിയായതിനു ശേഷം. അതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഇനി അതിൽ എന്താണ് ശുദ്ധിയാകുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ആർത്തവ രക്തം പൂർണ്ണമായും നിലക്കണം. ആദ്യത്തെ ചില ആളുകൾക്ക് ഉണ്ടാകും, ആദ്യത്തെ 2-3 ദിവസം നല്ലോണം രക്തം വരും, പിന്നെ 4-ാമത്തെ ദിവസം ആകുമ്പോൾ ഒരു ഒറ്റ വരുന്നുണ്ടാകുക. അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ടാണ് ചില കാര്യങ്ങൾ പറയണത്. അപ്പം ചെറിയ രൂപത്തിലേ ഉണ്ടാകുള്ളൂ. അപ്പം അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധപ്പെടാൻ പാടില്ല. പൂർണ്ണമായിക്കൊണ്ട് തന്നെ മാറണം. ആർത്തവ രക്തം പൂർണ്ണമായിക്കൊണ്ട് തന്നെ നിലക്കണം. രണ്ടാമത്തതോ, അതിനുശേഷം നിർബന്ധമായ ഗുസ്ൽ അഥവാ കുളി ശാരീരികമായിട്ട് ശുദ്ധിയാകുകയും വേണം. കുളിക്കണം. ആ കുളി കഴിഞ്ഞിട്ട് മാത്രമാണ് എന്ത് ചെയ്യണത്, ഫൈദാ തത്വഹർന എന്നുള്ള പ്രയോഗം വരുന്നത്. അല്ലാതെ രക്തം നിന്നാലോ ഇനി ഭാര്യ-ഭർത്തൃ ബന്ധം പറ്റും, ഇല്ല, അത് പറ്റൂല. രക്തം നിൽക്കുകയും വേണം, കുളി നടത്തുകയും വേണം. അതിനുശേഷം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുന്നോട്ട് പോകേണ്ടത്. ഇനി ഇവിടെ അള്ളാഹു അമറക്കുമുള്ള എന്നുള്ള ആ ഒരു പ്രയോഗം പറഞ്ഞല്ലോ, അമറക്കുമുള്ള, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച രൂപത്തിൽ എന്നുള്ള പ്രയോഗം. അപ്പോൾ ഇവിടെ എന്താണ് അള്ളാഹു കൽപ്പിച്ച വിധത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു കൽപ്പിച്ച വിധത്തിൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2 പ്രയോഗങ്ങൾ ഇതിലുണ്ട്. ഒന്നാമത്തത് സ്ഥാനം എന്നുള്ളതാണ്. ലൈംഗിക ബന്ധത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രകൃതിപരമായ മാർഗത്തിലൂടെ അഥവാ യോനിയിലൂടെ മാത്രം ബന്ധപ്പെടുക. പ്രകൃതി വിരുദ്ധമായ രീതികൾ ഇസ്ലാം കർശനമായി വിരോധിച്ചിട്ടുണ്ട്. അള്ളാഹു എങ്ങനെ, മിൻ ഹൈസു അമറക്കുമുള്ള, എങ്ങനെയാണോ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് അങ്ങനെ നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞാൽ ആ ലൈംഗിക ബന്ധം എനിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഞാൻ ചെയ്യും എന്നല്ല. അവിടെ അള്ളാഹ് പറഞ്ഞ രൂപമുണ്ട്, അതനുസരിച്ചേ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാത്ത രൂപം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്ത് പറഞ്ഞ വിഭാഗമുണ്ട്. സ്ത്രീയുടെ ഗുദത്തിലൂടെ, അവരുടെ പിന്നിലൂടെ സമീപിക്കാം, അവരുടെ പിൻഭാഗത്തു കൂടി തന്നെ തൻ്റെ ലൈംഗികമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ പാടില്ല. വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം. അങ്ങനെ ചെയ്യുക എന്നുള്ളത് കുറ്റകരമായ കാര്യമാണ്, ഹറാമാണ്. അതേപോലെ തന്നെ ലഅനത്ത് കിട്ടുന്ന വിഭാഗമാണ്, ലഅനത്ത് കിട്ടുന്ന, ശാപം കിട്ടുന്ന വിഭാഗം. ചില ആളുകൾക്ക് അതിന് വളരെ നിസ്സാരവൽക്കരിക്കുക, എന്താ അതിലൊന്നും വലിയ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന, ഒരു പക്ഷേ പല വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് അത്തരത്തിൽ അഡിക്റ്റായ ആളുകൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാറുണ്ട്. ഒരിക്കലും പാടില്ല എന്നുകൂടി നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അനുവാദമുണ്ടാകുക എന്നുള്ളത് അള്ളാഹു കൽപ്പിച്ചതെന്ന് പറഞ്ഞാൽ വിവാഹബന്ധം എന്ന നിയമാനുസൃതമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രം ദാമ്പത്യം നയിക്കുക എന്നുള്ളത്. മറ്റുള്ള ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല. തൻ്റെ ഇണ ആരാണോ തൻ്റെ ഇണയായിട്ടുള്ളത് ആ ഇണയിൽ മാത്രം ആ ഒരു തൃപ്തി അള്ളാഹ് കൽപ്പിച്ചത് അവിടെയാണ് എങ്കിൽ അതിലൂടെ മാത്രം എന്ത് ചെയ്യുക, തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക എന്നതുകൂടി ഈ ആയത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇനി അവിടെ നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുക എന്ന് പറയുമ്പോൾ എന്താണ് അടുത്ത് ചെല്ലുക എന്ന് പറഞ്ഞല്ലോ? അവിടെ ആർത്തവ സമയത്ത് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീങ്ങിയെന്നും ഇനി സാധാരണ നിലയിലുള്ള ദാമ്പത്യ ബന്ധം തുടരാമെന്നുമുള്ള അനുവാദമാണിത്. നിങ്ങൾ ചെന്നോളൂ എന്ന് പറയുമ്പോൾ അതാണ്, നിങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും മാറിയിട്ടുണ്ടെങ്കിൽ ധൈര്യത്തിൽ എന്ത് ചെയ്തോളും, നിങ്ങൾക്കിടയിൽ ശാരീരിക ബന്ധം ഉണ്ടായിക്കോ, ഒരു കുഴപ്പമില്ല എന്നുള്ള പ്രയോഗമാണ് അതിലൂടെ നൽകുന്നത്. എന്നിട്ട് അള്ളാഹു അതിൻ്റെ അവസാനിപ്പിക്കുന്നത് എന്താ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, അത്തവ്വാബീൻ, തൗബ ചെയ്യുന്നവരെ, വയുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, അൽ മുതതഹിരീൻ, പശ്ചാത്തപിക്കുന്നവരെ. തൗബ ചെയ്യാൻ എന്നാണ് പശ്ചാത്തപിക്കുക, മുതതഹിരി എന്നാണ് ശുചിത്വം പാലിക്കുക, തഹൂർ ഉണ്ടാകുക. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ശരിക്കും തൗബ ഉൾപ്പെടുത്തി പറഞ്ഞത്? തഹൂറിന്റെ തൊട്ട് മുമ്പ് തൗബ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ തെറ്റുകളിൽ നിന്നുള്ള ഒരു അയാൾ ഒരു മ്ലേച്ഛതയിൽ നിന്നുള്ള പരിഹാരമാണ് തഹൂറാകുന്നതെങ്കിൽ, വൃത്തിയാകുന്നതെങ്കിൽ, ഒരു മനുഷ്യന്റെ തെറ്റുകളിൽ നിന്നുള്ള പരിഹാരമാണ് തൗബ എന്നുള്ളത്. അള്ളാഹു ശാരീരികമായ കുറവുകളുള്ള അല്ലെങ്കിൽ ശാരീരികമായി കൊണ്ടുള്ള അശുദ്ധിയുള്ളവരിൽ നിന്ന് ശുദ്ധിയാകുന്നവരെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആരാധനാ സംബന്ധമായി വൈയക്തികമായി കൊണ്ടുള്ള തെറ്റ് ചെയ്തുകൊണ്ട് അശുദ്ധിയായിട്ടുള്ള ആളുകളുണ്ട്.
അങ്ങനെ ഉള്ള ആ അശുദ്ധിയായിട്ടുള്ള മനസ്സുമായി ജീവിക്കുന്നവരോട് നിങ്ങൾ തൗബ ചെയ്തോളി, അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ് എന്നുള്ള ആ ഒരു പ്രയോഗം കൂടി, അള്ളാഹിൻ്റെ ആ ഒരു സ്നേഹം കൂടി എന്ത് ചെയ്യണം, ഈ വാചകത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാണ്. കാരണം ശാരീരിക ശുദ്ധി എന്നുള്ളത് ആർത്തവാനന്തര കുളി പോലെ തന്നെ പ്രധാനമാണ്. തെറ്റുകളിൽ നിന്ന് മടങ്ങി മനസ്സിനെ ശുദ്ധിയാക്കുക എന്നുള്ളത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ശാരീരികമായ ശുദ്ധിയാണെന്ത്, ഈ മെൻസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൾ പൂർണ്ണമായിട്ട് കുളിക്കണം. അവളുടെ എല്ലാ അതയും അഥവാ ആ ഉപദ്രവകരമായിട്ടുള്ള മ്ലേച്ഛകരമായിട്ടുള്ള എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ അത് മുഴുവൻ കഴുകിക്കളയുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ, ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം, ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് തൗബ ചെയ്ത് പശ്ചാത്തപിക്കുക എന്നുള്ളതും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ആയത്ത് ക്ലിയർ ആണോ? അല്ലേ? ആയത്ത് ഓക്കെ ആണോ? ഓക്കെ. ഇതിൽ പിന്നെ കെട്ടിക്കൊടുക്കൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. ഇനി അടുത്ത ആയത്താണ് 223 ആയത്ത്. 223 ആയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. നിസാഉകും ഹർസുൻ ലക്കും ഫഅ്തു ഹർസകും അന്നാ ശിഅ്തും വഖദ്ദിമൂ ലിഅൻഫുസികും. നിസാഉക്കും, നിസാഉക്കും, നിസാ സാ, ആ സാ എന്താണ്, കുറച്ച് നീട്ടിയിട്ടാണ്. നിസാഉക്കും ഹർസുൻ ലക്കും. കൂടെ ഓതണേ. നിസാഉക്കും ഹർസുൻ ലക്കും ഫഅ്തു ഹർസകും അന്നാ ശിഅ്തും വഖദ്ദിമൂ ലിഅൻഫുസികും വത്തഖുല്ലാഹ് വഅലമൂ അന്നകും മുലാഖൂഹ് വബശ്ശിരിൽ മുഅ്മിനീൻ. വബശ്ശിരിൽ മുഅ്മിനീൻ. ഓക്കെ, ശ്രദ്ധിക്കണേ. വളരെ എളുപ്പമുള്ള പദങ്ങളാണ് എല്ലാം. നിസാഉക്കും, നിസാ എന്ന് പറഞ്ഞാൽ പെണ്ണ്, ഭാര്യ എന്നുള്ള അർത്ഥമാണ്. നിസാഉക്കും നിങ്ങളുടെ ഭാര്യമാർ, ഹർസുൻ കൃഷിയിടമാണ്, ലക്കും നിങ്ങൾക്കുള്ള. നിസാഉക്കും നിങ്ങളുടെ ഭാര്യമാർ, ഹർസുൻ ലക്കും നിങ്ങളുടെ കൃഷിയിടമാകുന്നു. ഫഅ്തു അതിനാൽ നിങ്ങൾ ചൊല്ലണം, ഹർസക്കും നിങ്ങളുടെ കൃഷിയിടത്തിൽ, അന്നാശിഅത്തും നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശമനുസരിച്ച് നിങ്ങളുടെ ഇച്ഛ അനുസരിച്ച് കൊണ്ട് നിങ്ങൾ പൊയ്ക്കോളി. വഖദ്ദിമൂ ലിഅൻഫുസികും, വഖദ്ദിമൂ നിങ്ങൾ മുൻകൂട്ടി വെക്കണം, ലിഅൻഫുസികും നിങ്ങളുടെ നന്മക്ക് വേണ്ടത്. വഖദ്ദിമൂ നിങ്ങൾ മുൻകൂട്ടി ചെയ്യുക, ലിഅൻഫുസികും നിങ്ങളുടെ നന്മക്ക് വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി ചെയ്യുകയും വേണം. വത്തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വഅലമൂ നിങ്ങൾ അറിയുക, അന്നകും മുലാഖൂഹ് നിശ്ചയമായും നിങ്ങൾ അവരുമായിട്ട് മുട്ടേണ്ടതുണ്ടെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യണം. വബശ്ശിരിൽ മുഅ്മിനീൻ തീർച്ചയായും സത്യവിശ്വാസികൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. നേരെ ശ്രദ്ധിക്കുക, ഒന്നും കൂടി പറയാം. നിസാ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ്, പെണ്ണ് എന്നുണ്ട് നിസാഇന്, ഭാര്യ എന്നുള്ളത്. നിസാ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭാര്യ, നിസാഉക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെണ്ണ് അഥവാ നിങ്ങളുടെ ഭാര്യ. ഹെർസുൻ, ഹെർസുൻ എന്ന് പറഞ്ഞാൽ കൃഷിയിടമാണ്. നിസാഉക്കും ഹർസുല്ലക്കും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്കുള്ള കൃഷിയിടമാണ്. ഫഅ്തു അത്തായതി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫഅ്തു നിങ്ങൾ ചെല്ലണം, നിങ്ങൾ ചെല്ലണം, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക. ഹർസക്കും നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് നിങ്ങൾ ചെല്ലണം. അന്നാശിഅത്തും ഷാ ഇൻഷാ ഉദ്ദേശിക്കുക അല്ലേ, ഇൻഷാ അള്ളാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചാൽ എന്നൊക്കെ പറഞ്ഞു, അതാണ് ഇവിടെ ഷിഅത്തും. നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ, നിങ്ങൾ ഇച്ഛിക്കുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്തോളിയും,
നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് നിങ്ങൾ ചെന്നോളി. വഖദ്ദിമൂ, നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കണം. ലി അൻഫുസിക്കും, നിങ്ങളുടെ കാര്യത്തിൽ എന്താണോ നിങ്ങൾക്ക് നന്മയായിട്ട് വേണ്ടത്, നിങ്ങളുടെ നന്മക്ക് വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി ചെയ്തു വെക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വഅലമു, നിങ്ങൾ അറിയുകയും ചെയ്യണം. അന്നക്കും മുലാഖൂ, അന്നക്കും നിശ്ചയമായും നിങ്ങൾ മുലാഖൂഹു, അവനെ കണ്ടുമുട്ടുന്നതാണ്. അല്ലാഹനെ നിങ്ങൾ കണ്ടുമുട്ടും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞോളി. വബശ്ശിരിൽ മുഅ്മിനീൻ, നിശ്ചയമായി ബശ്ശിർ, ബശ്ശിർ ബഷീർ പ്രയോഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബുഷ്റ എന്നുള്ള പ്രയോഗം പറഞ്ഞതാണ്, സന്തോഷ വാർത്ത അറിയിക്കുക. അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക. ആയത്ത് ക്ലിയർ ആണോ? ആയത്ത് അർത്ഥം ഓക്കെ ആണോ? അർത്ഥം ഓക്കെ ആണോ? കെട്ടിക്കൊടുക്കണ്ടോ? ഇല്ലല്ലോ, ഓക്കെ അല്ലേ? ശരി, നമ്മൾ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക്, അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വരികയാണ്. നേരെ ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കുക. നിസാഉക്കും ഹർസുല്ലക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്കുള്ള കൃഷിയിടമാകുന്നു. ഫഅ്തൂ, അതിനാൽ നിങ്ങൾ ചെല്ലണം. ഹർസക്കും, നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക്. അന്നാശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എങ്ങനെയാണോ, നിങ്ങൾ ഇച്ഛിക്കുന്ന രൂപത്തിൽ എങ്ങനെയാണോ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് ചെന്നോളി. ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ച ഒരു പദമാണ് ഈ പദം, ഈ ഒരു വാക്ക്. എത്രയോ ആളുകൾ, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളൊക്കെ വലിയ വായിൽ പറയുന്ന ഒരു കാര്യമാണ്. എന്നാലും ഒരു പെണ്ണിനെ ഏറ്റവും മോശമായ രൂപത്തിലല്ലേ ഖുർആനിൽ പരാമർശിച്ചത്? ഒരു കൃഷിയിടം ഇതല്ലേ? നിങ്ങളുടെ ഭാര്യനൊക്കെ ഒരു കൃഷിയിടമായിട്ടല്ലേ കാണുന്നത്? നിങ്ങൾക്ക് ഭാര്യമാരോട് വല്ല സ്നേഹമുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ അവരുടെ കാര്യത്തിൽ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ അവിടെ ഇങ്ങനെ ആ കൃഷിയിടത്തിലേക്ക് ഏറ്റവും മ്ലേച്ഛമായ രൂപത്തിലല്ലേ പറഞ്ഞത് എന്നൊക്കെയാണ് എന്ത് ചെയ്യുക ഈ ഇസ്ലാം വിമർശകന്മാരായ ആളുകളും, ഇസ്ലാമിനെ അകന്നുകൊണ്ട് മാത്രം കണ്ടവരും, ഖുർആനിൻ്റെ ഈ പദം മാത്രം നോക്കിയവരൊക്കെയായിട്ട് വിമർശിക്കാറുള്ളത്. സത്യത്തിൽ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പോലും എന്നാലും ഇപ്പം എന്താ അങ്ങനെ ഒരു പദം പറയാല് എന്ന് പറയുന്ന ശൈലിയുണ്ട്. എന്താണ് ഖുർആൻ പറഞ്ഞതെന്ന് അല്ല പറയുമല്ലോ. ഇപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തിലൂടെ അല്ല എന്താ പറഞ്ഞേ? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും ടെൻഷനും അതേപോലെ ശാരീരികമായ പ്രയാസവും മാനസികമായ പിരിമുറുക്കങ്ങളും ഹോർമോണൽ ചേഞ്ചൊക്കെ വരുന്ന ഒരു ഘട്ടമാണെന്ത്? അവളുടെ മെൻസസ്. അതുകൊണ്ട് നിങ്ങൾ അവളെ എന്ത് ചെയ്യരുത്? പ്രയാസപ്പെടുത്തരുത്. ഇതല്ലേ പറഞ്ഞത്? എന്നാൽ അവളെ പറ്റണ്ട് ഒഴിവാക്കിയിട്ട് അല്ലേ, ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ കേരളക്കരയിൽ കണ്ടു നമ്മൾ ഒരു പെൺകുട്ടി മെൻസസുകാരിയായപ്പോൾ അവളുടെ വീട്ടുകാരെന്ത് ചെയ്യുക? വീട്ടിൽ കയറ്റാതെ പുറത്ത് കിടത്തി, തണുത്ത് പറിച്ചിട്ട് ആ പെൺകുട്ടി മരിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടതാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇവിടെ ആ തരത്തിൽ ഒരു അകറ്റി നിർത്തലോ, എന്നാൽ അവരെ വല്ലാതെ ഉപയോഗപ്പെടുത്തി അവരുടെ മാനസികവും ശാരീരികമായ അവസ്ഥ കൂടി നോക്കാതെ തൻ്റെ ആഗ്രഹ പൂർത്തീകരണം നടത്തണം എന്ന നിലക്ക് ഒരു കാട്ടാളനെ പോലെ, ഒരു മൃഗത്തെ പോലെ തൻ്റെ വികാരം നിർവഹിക്കുക എന്ന ഉദ്ദേശത്തിൽ സ്ത്രീയെ സമീപിക്കാനോ പാടില്ല. എന്നാൽ അവിടെ അവർക്ക് വേണ്ട എല്ലാ സുരക്ഷയും കൊടുക്കണം, അവൾക്ക് ഭക്ഷണം കൊടുക്കണം, അവളെ പരിഗണിക്കണം, അവൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂടെ നിൽക്കണം. അവൾ ആ ഒരു സമയത്ത് അവൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്ന സമയമാണോ, നബി അവിടെ പഠിപ്പിച്ചേരാണ്. അവിടെ കൂടെ ഇങ്ങനെ നിൽക്ക്, എന്നിട്ട് അവൾക്ക് ഇങ്ങനെ എന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക്. അത്രയും വലിയ പരിഗണനയൊക്കെ നൽകിയ ആയത്തൊക്കെ മറന്നിട്ട് ഈ ആയത്ത് മാത്രം എടുക്കും. സത്യത്തിൽ അതിന് മുമ്പുള്ള ആയത്തിലൊക്കെ അല്ല പറഞ്ഞിട്ട് ഇനി എന്താ ഈ ആയത്തിൽ പറയണത്? നിസാഉക്കും ഹർസുല്ലക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്കുള്ള കൃഷിയോടാണ്. ഇത് പറയുമ്പോൾ എന്താണ് ശരിക്കും? കുറേ വിശദീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ പ്രയോഗങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളത്. അതിൽ ഒന്നാമത്തെ കൃഷിയിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താനോൽപാദനം നടക്കുന്ന സ്ഥലം. ഒരു കൃഷിയിടത്തിൽ വിത്ത് പാകുമ്പോൾ അതിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് പോലെ ദാമ്പത്യ ബന്ധത്തിലൂടെയാണ് മനുഷ്യകുലം നിലനിൽക്കുന്നതും വളരുന്നതും. എത്ര സുന്ദരമാണ് വാക്ക്! നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃഷിയിടത്തിൽ നിന്നാണ് നമുക്ക് സന്താനങ്ങൾ ഉണ്ടാവുന്നത്. ഒരു വിത്ത് ഉൽപ്പാദിപ്പിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? അതിലൂടെ മക്കൾ ഉണ്ടാവുള്ളൂ. അതുപോലെ എന്ത് ചെയ്യാണ് നിങ്ങൾ പരിഗണിച്ചോളി എന്നുള്ളതാണ്. ഇനിയോ രണ്ടാമത്തൊരു കാര്യം, ഇതാരോടാണ് പറയണത് ശരിക്കും? മദീനക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ മദീനയിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മക്കക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് കച്ചവടക്കാരാണ്. മദീനക്കാരോ കൃഷിക്കാരാണ്. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനമാണ് അയാളുടെ കൃഷിയിടം.
അയാൾ എത്ര സുരക്ഷയിൽ കൊടുക്കും. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു കൃഷി നടത്തുന്നുണ്ടെന്ന് വിചാരിച്ചോ, ഒരു 4 പടവലം നടന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ട്, ഒരു പച്ചക്കറി എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കും അല്ലേ? അതിനെ 4 ഭാഗത്തും എന്ത് ചെയ്യും? വേലി കെട്ടും. അവിടെ വല്ല പശുക്കൾ വരുന്നുണ്ടോ, ആടുകൾ വരുന്നുണ്ടോ ഒക്കെ നമ്മൾ നോക്കും. വളരെ പരിചരണം, എന്തൊക്കെ വേണ്ട അതിന് വേണ്ട വെള്ളം കൊടുക്കും, അതിന് വേണ്ട വളമിടും. ഈ പരിഗണന നമ്മൾ കൊടുക്കും. എങ്കിൽ ഒരു കർഷകൻ തൻ്റെ കൃഷിയിടത്തെ എത്രമാത്രം സ്നേഹത്തോടെയും ശ്രദ്ധയോടെയുമാണോ പരിചരിക്കുന്നത്, അപ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സ്നേഹവും കരുണയും കാണിക്കണം എന്നാണ്. അതാ ഈ ആയത്തിന്റെ പറയുന്നത്. അള്ള പറഞ്ഞ വാചകം അതാണ്. അല്ലാതെ അവരെ മോശമാക്കിയിട്ടല്ല, ഭാര്യമാരെ മോശമാക്കിയിട്ടല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടോ വീണ്ടും പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. പ്രകൃതിപരമായ സ്ഥാനം, കൃഷിയിടം എന്നത് വിത്ത് മുളക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധം പ്രകൃതിപരമായ സ്ഥാനത്തു കൂടി, അഥവാ യോനിയിലൂടെ മാത്രമേ പാടുള്ളൂ എന്നൊരു കർശനം. അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വിത്തിടാൻ പറ്റൂല. ഒരു കൃഷിയിടം ഉണ്ടെങ്കിൽ ആ കൃഷിയിടത്തിൽ തന്നെയാണ്. അല്ലാതെ അതിന് പറ്റുന്ന രൂപത്തിൽ ഒരു കൃഷി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയും. അത് കുഴി കുഴിക്കുന്ന സമയത്താണെങ്കിലും, വെള്ളമൊടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, അതിലെ ഞാറ് നടുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ വിത്ത് ഇടുന്ന സമയത്താണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് അതിനെ പഠിക്കും. എങ്കിൽ അതുപോലെ ഒരു ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ പ്രയോഗങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകണേ. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് പല ആളുകളും എന്നാലും ഭാര്യമാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ. എന്താ ഇപ്പം ഇതിൽ പ്രശ്നമുള്ളത്? ഈ വാചകത്തിൽ എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നവുമില്ല. നേർക്ക് നേരെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. പക്ഷേ കുടില മനസ്സിൻ്റെ ആളുകൾക്ക് ഇതെല്ലാം ഒരു പ്രശ്നമാക്കി മാറ്റണം എന്ന് മാത്രമാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇനിയോ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം നോക്ക്. നിങ്ങൾ ഇച്ഛിക്കുന്ന വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ്. എന്താണ് ഈ ഇച്ഛിക്കുന്ന വിധം? അന്നാശി എന്ന് പറഞ്ഞാലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്തോളിയും, ഫഅ്തു, നിങ്ങൾ ചെന്നോളിയും. എങ്കിൽ ഈ ഒരു വാചകത്തിനൊരു കാരണം, ഈ ഒരു വാചകം പറയാനുള്ളൊരു കാരണം എന്താണെന്നറിയും? മദീനയിലെ ജൂതന്മാർക്കിടയിൽ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അഥവാ ഭാര്യാഭർത്തൃബന്ധം നടക്കുന്ന സമയത്ത് സ്ത്രീകളെ യോനിയിലേക്ക് തന്നെ പിന്നിലൂടെ പ്രവേശിക്കുക എന്നുള്ളത്, അത് അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി ജനിക്കുമ്പോൾ കോങ്കണ്ണനായിക്കൊണ്ട് ജനിക്കും, കോങ്കണ്ണുണ്ടാകുന്ന ഒരു കുട്ടിയായിരിക്കും. ഈ രൂപത്തിൽ അവർ പറയുമെന്ന് മാത്രമല്ല, ചില ആളുകളൊക്കെ ആ രൂപത്തിൽ കളിയാക്കുകയും ചെയ്തിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു തെറ്റായ ധാരണ പൊതുവെ മദീനയിൽ ജൂതന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വഹാബിമാരായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു സംശയം അങ്ങനെ ഉണ്ടാവില്ല. അവരും എന്ത് ചെയ്തു, ഇവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അതിൽ നിന്നൊക്കെ വിട്ടുനിന്നു. അപ്പോൾ അവിടെ ഇസ്ലാം പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹെർസിലേക്ക്, നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് നിങ്ങൾ ഇഷ്ടമുള്ള രൂപത്തിൽ പ്രവേശിച്ചോ. അഥവാ മുന്നിലൂടെ ബന്ധപ്പെടണോ, നിങ്ങൾക്ക് ബന്ധപ്പെടാം. പിന്നിലൂടെയാണോ നിങ്ങൾ ബന്ധപ്പെടേണ്ടത് എങ്കിൽ അങ്ങനെ ബന്ധപ്പെടാം. പക്ഷേ ബന്ധപ്പെടുന്നതൊക്കെ യോനിയിലൂടെ മാത്രമായിരിക്കണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതല്ലാതെ പിൻദ്വാരത്തിലൂടെ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത് ലഅനത്ത് പറയുന്ന ഒരു കാര്യമായിക്കൊണ്ട് തന്നെയാണ് എണ്ണപ്പെട്ടിട്ടുള്ളത്. ഇവിടെയൊക്കെ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തു പറ്റും, എന്തു പറ്റൂല. അത് കേവലം നിസ്കാരത്തിലും നോമ്പിലും ഭക്ഷണത്തിലും കാര്യം മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള സന്തോഷങ്ങൾക്ക് നൽകുന്ന ഒന്നാണ് ഭാര്യാഭർത്തൃബന്ധം എന്നുള്ളത്. എങ്കിൽ അവിടെ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, എന്തൊക്കെ പാടില്ല എന്നത് നമുക്ക് പഠിപ്പിച്ചതായിട്ട് കാണാൻ പറ്റും. അതിൽപ്പെട്ടതാണ് വഖദ്ദിമു ലി അൻഫുസിക്കും, നിങ്ങളുടെ നന്മക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതാണ്. വഖദ്ദിമു ലി അൻഫുസിക്കും, നിങ്ങളുടെ നന്മക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കണം. വഖദ്ദിമു, നിങ്ങൾ മുൻകൂട്ടി ചെയ്യണം, ലി അൻഫുസിക്കും, നിങ്ങളുടെ നന്മക്ക് വേണ്ടത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഇസ്ലാമിക ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പോലും പ്രതിഫലം ഉണ്ടെന്നാണ്. ഒരു പക്ഷേ അതൊന്നും ആരും അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ അതിന് ഇസ്ലാമിൽ കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം പറഞ്ഞു. സ്വഹാബത്ത് പറയാണ്, നബിയെ, ഞങ്ങളുടെ ഭാര്യൻ്റെ അടുത്ത് പോകണേ ഞങ്ങൾക്ക് പ്രതിഫലം ഉണ്ടെന്നു, ഞങ്ങൾ ആഗ്രഹ പൂർത്തീകരണത്തിനല്ലേ ഞങ്ങൾ പോണത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നാൽ നിങ്ങൾ അന്യ സ്ത്രീയുടെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ അത് കുറ്റകരമാണോ? ആ, കുറ്റകരമാണ്. എന്നാൽ നിങ്ങളുടെ ഭാര്യൻ്റെ അടുത്തേക്ക് പോകുന്നതിൽ പുണ്യകരവുമാണ്. അത് നിങ്ങൾക്ക് പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ്, കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊന്നെന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥന പഠിപ്പിച്ചു. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പ്രാർത്ഥനയുണ്ട്. ബിസ്മില്ല എന്ന് പറയണം തുടക്കത്തിൽ. എന്നിട്ട് അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താന വജന്നിബ് ശൈത്താന മാ റസഖ്തന, ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് പിശാചിനെ നീ അകറ്റണമേ, ഞങ്ങൾക്കുണ്ടാകുന്ന മക്കളിൽ നിന്നും പിശാചിനെ നീ അകറ്റണമേ.
ആ ഒരു സമയത്ത് പോലും ഒരാൾ പ്രാർത്ഥിക്കണമെങ്കിൽ, പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സമയം പോലും അള്ളാനെ ഓർമ്മിക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദാ സെമിഅന വ അത്അന, ഞാൻ അത് കേട്ടു, ഞാൻ അനുസരിച്ചു, ഞാനതാ കീഴൊതുങ്ങി. മുസ്ലിം കീഴൊതുങ്ങിയവനാണ്, എല്ലാം അള്ളാഹിന് കീഴൊതുങ്ങി. അതാണ് എന്ത് ചെയ്യുക, ഒരു വിശ്വാസിയുടെ പ്രവർത്തനത്തിലൂടെ മുഴുവൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവിടെ ഒന്ന് പ്രാർത്ഥന ഉണ്ടാകുക, ശാരീരിക ബന്ധത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രാർത്ഥന ഉണ്ടാവണം. മറ്റൊന്ന് സതുദ്ദേശത്തോടു കൂടിയായിരിക്കണം, അഥവാ അതിലൂടെ ഒരു കുട്ടി ഉണ്ടാവണം, അല്ലെങ്കിൽ തൻ്റെ ഇന്ന ഇന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക, അല്ലാതെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടാവില്ല. തൻ്റെ മുഴുവൻ കാര്യവും തൻ്റെ എല്ലാ ശക്തിയും തൻ്റെ ഇണയിൽ തീർക്കുക എന്നുള്ള ആ ഒരു കാടത്വമല്ല. അവിടെയൊക്കെ ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, വളരെ നൈർമല്യത്തോടു കൂടിയായിരിക്കണം അത് പോകേണ്ടത്. അതേപോലെ തന്നെ അവരെ പരിഗണിക്കണം. എത്രത്തോളം എന്നാൽ നിങ്ങളുടെ നിങ്ങൾക്ക് തൃപ്തിയായാൽ പോലും നിങ്ങളുടെ ഭാര്യയെ കൂടി നിങ്ങൾ തൃപ്തിയാക്കണം. ആ രൂപത്തിൽ നിങ്ങൾ ഇടപെടണം. അതുവരെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ശരീരം ചലിപ്പിക്കണം എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ കാണാൻ പറ്റും. അത്രയും പരിഗണന എല്ലാ വിഷയങ്ങളിലും. ഒരു ഭാര്യ ഭർത്താവിനെ പരിഗണിക്കണം, ഭർത്താവ് ഭാര്യയെയും പരിഗണിക്കണം. തൻ്റെ കാര്യം മാത്രം നിർവഹിക്കുക, എന്നിട്ട് തനിക്കത് ക്ലിയർ ആയി കഴിഞ്ഞാൽ തൻ്റെ സുഖം കിട്ടി, ഇനി വേണ്ട എന്നല്ല. അവിടെ ഭാര്യയെ കൂടി പരിഗണിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചു. വേറെ ഏത് മതത്തിൽ അതൊക്കെ പറയുന്നത്? വേറെ ഏത് കിതാബിൽ അത് പറഞ്ഞിട്ടുണ്ടാകുക? വേറെ ഏത് വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ടാകുക? അവിടെയാണ് ഇസ്ലാം കൃത്യമായിക്കൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മളെ അറിയിക്കുന്നത്. ഇനി അതിൻ്റെ മറ്റൊരു ഭാഗം, ഈ വാചകം അവസാനിപ്പിക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വഅലമു, നിങ്ങൾ അറിയണം. അന്നകും മുലാഖു, നിശ്ചയമായും നിങ്ങൾ അവനെ കണ്ടുമുട്ടേണ്ടതുണ്ടെന്ന് നിങ്ങൾ അറിയണം. അഥവാ നിങ്ങൾ ഈ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, അള്ളാഹനെ സൂക്ഷിക്കണം. ഒരിക്കൽ പോലും സ്വകാര്യമായ നിമിഷങ്ങളിൽ പോലും അള്ളാഹിനെക്കുറിച്ചുള്ള ബോധം അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു വിശ്വാസിക്ക് പറ്റൂല. വത്തഖുല്ലാഹ്, നിങ്ങളുടെ അള്ളാഹിനെ സൂക്ഷിക്കുക, അള്ളാഹിനെ സൂക്ഷിക്കുക. ആ ഭാര്യാഭർത്തൃ ബന്ധ സമയത്തും അള്ളാഹിനെ നിങ്ങൾ ഓർക്കണം. ബിസ്മില്ല പറയണം. പൈശാചികമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. അള്ളാഹ് പറഞ്ഞതുപോലെ ചെയ്യണം. അള്ളാഹ് പറഞ്ഞ കുറേ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ പാലിക്കണം. ആ നിയമങ്ങൾ നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ മാറ്റരുത്. ഹറാമുകൾ ചെയ്യരുത്, ആ സമയത്തും നിങ്ങൾ ഹറാമ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ അള്ളാഹിനെ കണ്ടുമുട്ടും. വബശ്ശിരിൽ മുഅ്മിനീൻ, തീർച്ചയായും മുഅ്മിനുകൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. കാരണം നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ ജീവിക്കാനോ അതിലൊക്കെ നിങ്ങൾക്ക് പുണ്യമുണ്ട്, നിങ്ങൾക്ക് നന്മയുണ്ട്, നിങ്ങൾക്ക് അതും പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കതിൽ ഖൈറുണ്ട്. അതല്ല നിങ്ങൾ തിന്മയിലേക്ക് പോകുകയാണോ, തീർച്ചയായും അത് നിങ്ങൾ അള്ളാഹിനെ കണ്ടുമുട്ടുമെന്നുള്ള ഭയപ്പാടോടുകൂടി ജീവിക്കുകയും വേണം. ഇതാണ് ഈ 2 ആയത്തുകളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് 222, 223 ആയത്തുകളിലൂടെ അള്ളാഹു സൂചിപ്പിച്ചത്. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ആയത്തുകൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ സൽക്രമമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.